പ്രണയം മധുരം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി രവീന്ദ്ര മാഷിൻ്റെ പ്രിയപത്നി ശോചേച്ചിയുമായിട്ടുള്ള പുതിയ എപ്പിസോഡ് നമ്മൾ വെവ്വേറെയാണ്. ഓരോ തലത്തിലാണ് അവരുടെ ചിന്താഗതികൾ. ചേച്ചി എങ്ങനെ യോജിക്കുന്നു അവരോട്? എങ്ങനെ ആയിരിക്കണം അവർ ജീവിതത്തിൽ പ്രണയം കണ്ടെത്തുന്നതാണ് ചേച്ചിയുടെ ഒരു തീരുമാനം? ശരിക്കും ഇന്നത്തെ കാലത്തെ പ്രണയം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, പ്രൊഫഷണൽ പ്രണയമാണ് ഇപ്പോഴത്തെ പ്രണയം. പണ്ട് നമ്മുടെയൊക്കെ സമയത്തൊക്കെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എന്നിട്ട് ഒരു വ്യക്തിയെ കാണുന്നു, നമ്മൾക്ക് ഒരു തോന്നുന്നു, നമ്മളത് മുന്നേ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടി പ്രാക്ടിക്കലാണ് കുറച്ചുകൂടെ. അത് ഇങ്ങനെയാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണോ ഇതൊക്കെ ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ നമ്മുടെ മക്കളായാലും ശരി നമ്മൾ പലരും കാണുന്നുണ്ട്. അതൊരു യഥാർത്ഥ പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതാണ്. പക്ഷെ നമ്മൾ കാണുന്നതും നമ്മൾ കാണാതെയും കണ്ടും പ്രണയിക്കുന്നത് മനസ്സിൻ്റെ ഒരു ടച്ചാണ് അത് വന്നിട്ട് പറയുന്നത്. ഇപ്പം നമ്മളിതൊക്കെ നോക്കി പ്രണയിക്കുന്നത് പ്രണയമെന്ന് പറയാൻ പറ്റില്ല. കച്ചവടം അത്രയേ ഉള്ളൂ. എന്നിട്ട് ആക്ച്വലാ വന്നിട്ട് നമ്മുടെ ഈ പറയുന്നത് തന്നെ ഒരു കച്ചവട സ്നേഹം തന്നെയാണ്. ശരിയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹം തിരിച്ചറിയലാണെന്ന് കൂടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പല അധ്യായങ്ങളിലും. ന്യൂനതകളോടുകൂടി ഒരാളെ അംഗീകരിക്കുന്നതാണ് സ്നേഹത്തിന്റെ മറ്റൊരു മുഖം. തീർച്ചയായിട്ടും. ഇപ്പൊ രവീന്ദ്ര മാഷ് എന്നുള്ള വ്യക്തിയുടെ ന്യൂനതകളെയും ചേച്ചി അംഗീകരിച്ചിട്ട് തന്നെയാണല്ലോ പ്രണയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ കുറവുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ ആ സ്നേഹത്തെ അത് മാറ്റിയെടുക്കുന്നത്? ഏത് രീതിയിലാണ് നമ്മളത് ചെയ്യുക? അതിപ്പോൾ നമ്മൾ ഈ പ്രണയ സമയത്ത് വാസ്തവത്തിൽ ന്യൂനതകളൊന്നും പുറത്ത് വരില്ല. അതൊരെണ്ണം ഒരു വാസ്തവം. എന്നിട്ട് അത് നമ്മളെപ്പോഴും നമ്മുടെ പ്ലസ് പോയിന്റ് മാത്രമേ വെളിയിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളില്ല. പക്ഷേ നമ്മൾ കുറച്ച് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക. ആദ്യം അങ്ങനെയാണല്ലോ, ആരാണെങ്കിലും ശരി. അത് അക്കാലത്തും ഇക്കാലത്തും അങ്ങനെ തന്നെയാണത്. അതിന് മാറ്റമൊന്നുമില്ല. അത് എന്നിട്ട് ആദ്യം നമ്മുടെ പ്ലസ് പോയിന്റ്സ് മാത്രം കാണിച്ച് അതിലാണ് ഒരു അട്രാക്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ അടുക്കും തോറും ശരി നമ്മൾക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇത് കാണും. എന്നെ സംബന്ധിച്ചോളം ഞാൻ രവേട്ടനെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണുന്നതിന് മുമ്പേ രവേട്ടനെ പ്രണയിച്ച് തുടങ്ങി. എന്നുവെച്ചാൽ രവേട്ടൻ്റെ വീട്ടിൽ സദാസമയം ഈ മദ്രാസിലെ മാമനെ കുറിച്ചിട്ടായിരിക്കും സംസാരം. കേട്ട് മാമനെ കാണണമെന്ന് ഞാനും മാമനെന്ന് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ രവേട്ടൻ്റെ പെങ്ങളുടെ മക്കളുടെ കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഈ മാമനെ കാണാനൊരാഗ്രഹം മനസ്സിലിങ്ങനെ, അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ആ ഉള്ളിലൊരു ഇതുണ്ടപ്പോൾ ആളിനെ കണ്ടവൻ കുറച്ചുകൂടെ കൂടുതൽ ഇതായി. അപ്പോൾ അടുക്കാനൊരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അപ്പോൾ ആ നേരത്തെ വാസ്തവം ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് 16 വയസ്സാണ്. നമ്മൾ ഭാവി കാലത്ത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രായമായിട്ടില്ല, നമുക്കൊന്നും ആയിട്ടില്ല ആ സമയത്ത്. പക്ഷേ മനസ്സിൻ്റെ ഒരു അടുപ്പമൊന്നും അല്ലാതെ എന്താ പറയാനുണ്ട്. നമ്മൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും യഥാർത്ഥ പ്രണയം തുടങ്ങി. അപ്പോൾ നമുക്ക് വന്നിട്ട് മാഷിൻ്റെ എല്ലാ കുറവുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മളെ നേരത്തെ ഒരു കാൽക്കുലേഷൻ ഇല്ല, ഇങ്ങനെ ആയിരിക്കണം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതീക്ഷ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ആ പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിരാശയ്ക്കും വഴിയില്ല. ഈ നമ്മളിപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളെല്ലാം എന്ന് വെച്ചാൽ പ്രതീക്ഷയോടാണ് പോകുന്നത്. ഇപ്പം
ഒരാൾ ഇന്ന ജോലിയാ ഇല്ല ഇന്ന ഇതാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് അവർ പ്രതീക്ഷകൾ വളർക്കുകയാണ്. ശരി, അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞമേ അവർക്ക് നിരാശയാകും, വളരെ കൂടുതൽ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ വളരെ കുറച്ച് ഈ കാലത്ത് നമുക്ക് ആ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള, ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പോഴത്തേക്ക് ചെയ്യാം, പിന്നീട് നമുക്ക് ഇതാകാം. പക്ഷെ ഒരാളെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, നമ്മളൊരു ജീവിതം സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പോയാലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ പോലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-31 വർഷം ശരിക്കും ഞങ്ങളെ കാണുന്നവർ പറയും, എന്താ നിങ്ങളുടെ വീട്ടിൽ ഒരു വഴക്കില്ലാത്ത ഒരു ഇതങ്ങ് പോകുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കാറില്ല, ഒരിക്കലും വഴക്കുണ്ടാക്കാറില്ല. കാണുന്ന സത്യം ചോദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് സാമ്പത്തിക പ്രശ്നം പലപ്പോഴും ഉണ്ടാകാം, നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ ശരി ഞങ്ങൾ തങ്ങളിൽ യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. ഞങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികളെ പറ്റി എന്തെങ്കിലും ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട്, നന്നായിട്ട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ ദേഷ്യത്തിൽ നമുക്ക് അതാണോ മാനേജ്മെൻറ്റ്. ഞാൻ മാഷിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആയി കഴിഞ്ഞ്. പക്ഷേ ശരിക്കും പറഞ്ഞു അതൊരു ടെക്നിക്കാണ്, ലൈഫിന്റെ ടെക്നിക്ക്. ശരിക്കും ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതായത് അവർ ഈ ആണുങ്ങളെന്ന് പറയുന്ന അവർ പുറത്ത് പോകുമ്പോൾ അവർ പല പല പ്രോബ്ലംസ് കടന്നു പോയിട്ടാണ് അവർ വീട്ടിൽ വരുന്നത്. ഒരു സമാധാനം ഒരു സ്ഥലത്ത് കേട്ടാണ് അവർ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പോഴേ ഈ വാതിൽ തന്നെ നിന്നിട്ട് 1000 പ്രശ്നം കൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ വരാൻ തോന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ഒരു പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെയൊക്കെ ജീവിതത്തിൽ ശരി എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എന്താ ഭഗവാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തന്ന കാരണം ഒരു രീതിയിലും രവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്ത് പോകുമ്പോഴത്തേക്ക് ആൾക്കാരിപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ട് അത് മാത്രം കണ്ടാൽ മതി, ഭർത്താവിൻ്റെ മാത്രം, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. പക്ഷേ ഇദ്ദേഹം പുറത്ത് പോകുമ്പോൾ ഇവർക്ക് എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ ഒരു പോലീസിനെ കാണുന്നു, അവിടെ എന്തെങ്കിലും പല പ്രശ്നങ്ങൾ കാണും, വഴിയിൽ വരുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ കാണും. ഈ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുമ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങളൊന്നും ആർക്കാ വീട്ടിൽ വരാൻ തോന്നുന്നത്? ഈ ഭാര്യമാർ ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ പറഞ്ഞ ശേഷം ടെക്നിക്ക് പലരും പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇതൊക്കെ നിന്നുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് ക്രിയേറ്റീവ് സ്ഥലങ്ങളിലൊക്കെ ഒരു തടസ്സവും കൂടാതെ അല്ലെങ്കിൽ വേണം. അത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് വേണം. നമ്മളിപ്പോൾ നേരിട്ട് ഓരോ പുതിയ തലമുറ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ അവർ എത്രയോ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരടുത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാതാണ് ഇപ്പോഴത്തെ ജീവിതം. നമ്മൾ ഒരാളുടെ ഇപ്പോൾ ഒരു ഓഫീസിൽ പോകുന്ന പോലെയല്ല ഇങ്ങനത്തെ ഉള്ള വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു വെച്ചാൽ അവരും ആലോചിച്ച് ചെയ്യേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ക്രിയേറ്റീവ് വർക്കാണ്. ആ നേരത്തെ നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കത് ഡിസ്റ്റർബ് ചെയ്യാം, നമുക്ക് അവർക്കൊരു എൻവയൺമെൻറ്റ് ശരിയാക്കി കൊടുക്കാം, അല്ലേ? നമ്മൾ ആ ഒരു ഇത് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ രവേട്ടൻ നന്നായിട്ട് ദേഷ്യം വരുന്ന എനിക്ക് അതിനൊക്കെ ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് പോകില്ല. അപ്പോൾ നമ്മൾ ദേഷ്യം കുറച്ചു. ശരി, രവേട്ടന് ദേഷ്യം വരുമ്പോൾ നമ്മൾ മിണ്ടാറേ ഇല്ല, അങ്ങനെ എന്ത് പറഞ്ഞാലും കേട്ടിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് രവേട്ടൻ സൈലൻ്റ് ആകുന്ന സമയത്ത് പറയും, രവേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ രവേട്ടന് മനസ്സിലാകും, ഓ പറയാൻ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം യാത്ര ഇഷ്ടമല്ല. വീട്ടിലിരിക്കണം, സ്റ്റുഡിയോ വീട്. ഇത് കഴിഞ്ഞ് രവേട്ടന് ലോകമില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് രവേട്ടന്. അങ്ങനെ പിന്നെ അവസ്ഥ ഞാൻ ചോദിച്ചു, നടക്കില്ലെങ്കിൽ പിന്നെ ഉപേക്ഷിക്കല്ലേ ബെറ്റർ. അന്നൊരു ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. അങ്ങനെ ഇങ്ങോട്ട് പോയി. പക്ഷെ എനിക്കറിയില്ല, ഭഗവാൻ എന്നെ പക്ഷേ യാത്രയിൽ ഇപ്പോൾ കൊണ്ട് എത്തിച്ചു. ഇപ്പം ഞാൻ യാത്രയിലാണ് എപ്പോഴും. നീർമിഴി തോർന്നീല. ചേച്ചി പ്രണയത്തിന്റെ ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും 100-ൽ? ഒരു 95. 5% കുറവായിട്ടിരിക്കട്ടെ. 100 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കേൾക്കുന്നവർക്കൊരു ദൃഷ്ടി വിടും.
നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ പറയാം. ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരോട് പറയുന്നതാണത് 4 തരം സ്നേഹങ്ങളെക്കുറിച്ച്. അതായത് ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഗോപിമാർ എന്താ ഞങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് വിട്ടുപോകുന്നു ചോദിക്കും. പറയുന്നത് ആദ്യത്തെ സ്നേഹം സ്വാർത്ഥ സ്നേഹം. അത് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ള സ്നേഹം, കാര്യം കാണാനുള്ള സ്നേഹം. അതിപ്പോൾ മക്കൾക്കെന്നല്ല, കാര്യം കാണാനുള്ള സ്നേഹത്തിനൊക്കെ പറയുന്നത് സ്വാർത്ഥ സ്നേഹം എന്നാണ്. അത് മക്കൾക്കെന്ന് നമ്മൾ പറയാൻ കാരണം വന്നിട്ട് കൊച്ചു കുട്ടികളെ നമ്മൾ നോക്കേണ്ട കാണാം, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സ്നേഹിക്കുന്നത് എന്നിട്ട്. ശരി, അല്ലാതെ പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് വളർന്നാലും കുട്ടികൾ അങ്ങനെയല്ലേ ആ രീതിയിൽ ഇപ്പോൾ. അതാണ് സ്വാർത്ഥ സ്നേഹം. പിന്നെ പറയുന്ന കാരുണ്യ സ്നേഹം. ഇത് അച്ഛനമ്മമാർക്ക് മക്കളോടുണ്ടാകുന്ന സ്നേഹമാണ്. നമ്മൾ വിട്ടുകൊടുക്കും, നമ്മുടെ കുട്ടിയല്ലേ പോട്ടെ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹം. പിന്നീടുള്ള സ്നേഹം കച്ചവട സ്നേഹം. ഇതാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഞാനും അങ്ങോട്ട് സ്നേഹിച്ച ഇങ്ങോട്ടുണ്ട്. തീർച്ചയല്ലേ, അത് നമുക്ക് ലൈഫിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമില്ലേ. അല്ലാതെ ഭർത്താവ് മാത്രമായിട്ട് സ്നേഹിക്കില്ല, ഭാര്യ മാത്രം. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. അതാണ് അതിൻ്റെ പേര്, കച്ചവട സ്നേഹം എന്നാണ് പറയുന്നത്. പിന്നീടുള്ള സ്നേഹമാണ് ആത്മസ്നേഹം. ഇത് നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. ഈശ്വര സ്നേഹം എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യ സ്നേഹം. ഇപ്പം നമ്മൾ ഒത്തിരി സ്നേഹിക്കണമെങ്കിൽ തന്നെ നമ്മളിൽ ആ ചൈതന്യം ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അട്രാക്ഷൻ വരുന്നത് തന്നെ, ആ സ്നേഹം. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളെ എന്നോടൊപ്പം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. അതാണ് ആത്മസ്നേഹം. അത് ഗുരുക്കന്മാർക്ക് ഉള്ള സ്നേഹവും ദൈവത്തിലുള്ള സ്നേഹം തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഗുരു ഒരിക്കലും ശിഷ്യരെ ഉയർത്താനും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹം ഉണ്ട്. അപ്പോൾ എങ്ങനെ സ്നേഹത്തിന് ഇങ്ങനെ ഡെഫിനേഷൻ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലൈഫിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, സത്യമാണ് നമ്മൾ കാണുന്നത്. ഒരാളുടെ ജീവിതദശ കഴിഞ്ഞ് നമ്മൾ തീർത്ഥാടനത്തിൽ അവസാനം രാജാക്കന്മാരൊക്കെ എത്തുന്ന പറഞ്ഞല്ലേ, ചേച്ചി അവസാന കാലഘട്ടത്തിലെത്തി. ഇപ്പൊ ആത്മസ്നേഹത്തിന്റെ ഒരു തലത്തിൽ അതെ, സംശയമില്ല. എൻ്റെ ഗുരു എന്നെ സ്നേഹിക്കുന്നു, ഭഗവാൻ ഈശ്വരൻ എന്നെ സ്നേഹിക്കുന്നു. ഈശ്വരൻ സ്നേഹിക്കുന്നതിന് എനിക്കൊരു നല്ലൊരു ഗുരുവിനെ കിട്ടി. സ്വാമി ഉദിത് ചൈതന്യജിയാണ് എൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിലും ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് സംഭവിച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളൊക്കെ ഞാൻ ശരിക്കും മാഷ് മാത്രമാണ് എൻ്റെ ലൈഫിലുള്ളത്. അത് മാത്രമാണ് ആശ്രയം. അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് ഒരാളാണ്. വെച്ചാൽ പുറം ലോകം സത്യം പറയാൻ എനിക്ക് പുറം ലോകം യാതൊന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ഇരുട്ടായി പോവില്ലേ, ജീവിതം ഇരുട്ടായി പോകും. ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ തുടർന്ന് ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മാഷ് പോയ സമയത്ത് ശരി ആ ഒരു ചിന്തയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ദുഃഖിച്ചാൽ നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ടൊരു ചിന്തയായിരുന്നു. അപ്പോൾ എത്രത്തോളം ദുഃഖിക്കാൻ പറ്റുമോ സ്വയം പീഡിപ്പിക്കുക. മക്കളുണ്ട്, 3 മക്കളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആരെയും ആ നേരത്ത് നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഓരോരുത്തർക്ക് സിറ്റുവേഷൻ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മാഷില്ലാത്ത എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള എന്ന് വെച്ചാൽ എനിക്കൊരു റോഡ് ക്രോസ് ചെയ്യാൻ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ മാഷിനോടൊപ്പം അല്ല ഞാനിങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്നൊരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് വരില്ലേ, നമുക്കത് തരണം ചെയ്യാൻ പറ്റാത്തൊരു 1-2 വർഷത്തോളം ഞാൻ ശരിക്കും അങ്ങനെയായിരുന്നു, പുറത്തിറങ്ങാതെ എങ്ങനെയൊക്കെ ഇരുന്നു. പിന്നീടാണ് എനിക്കൊരു പിന്നെ മനസ്സിലായി നമ്മൾ സ്വയം മരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര ഇരുന്നാലും നമുക്കൊരു ദൈവം തന്നിട്ടുള്ള ആയുസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ തുടർന്ന് ജീവിക്കേണ്ടുന്ന ഒരു ആവശ്യകത നമുക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമല്ലോ, മക്കളെയൊക്കെ എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോഴേ ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഏത് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയായിരുന്നേ. അതുകൊണ്ട് ശരി അവരെ ബുദ്ധിമുട്ടിക്കാതെ. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തുടർന്ന് ഈ ലൗകിക ജീവിതം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പക്ഷെ തുടർന്ന് എന്ത് പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്കൊരു ഗുരുവിനെ കിട്ടിയതും ഗുരുവിലൂടെ ഭഗവത്ഗീത കേൾക്കാൻ സാധിച്ചതും. അങ്ങനെ പിന്നെ ഞാൻ ആ വഴിയിലേക്ക് തിരിഞ്ഞു. സംഗീതത്തിൻ്റെ അലൗകിക തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ വിസ്മയം. മനസ്സിന് ഇപ്പോൾ ഒരു പാകത ഇതിനെ ഒരു അടിത്തറയുടെ മനസ്സിലായി, മറ്റുള്ളവരൊക്കെ ഇമോഷനാണ്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മാഷിന് പെട്ടെന്ന് അസുഖബാധിതമായ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വാർത്ത അല്ലെങ്കിൽ മാഷ് പെട്ടെന്ന് നമ്മളെ ഇനി ലൈഫിൽ ഉണ്ടാവുക, കടന്നു പോകുക, അല്ലെങ്കിൽ നമ്മളെ അവശേഷിപ്പിച്ച് പോയ ദിവസം ആ ചേച്ചി എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് കരുത്ത് നേടിയത്? അത് ഇപ്പം ഞാൻ ശരിക്കും പറയാൻ ചിന്തിച്ചാൽ പോലും എനിക്ക് വരാത്ത ഒരു സിറ്റുവേഷനാണ് അത് വന്നിട്ട്. എന്ന് വെച്ചാൽ മാഷിന് പെട്ടെന്നായിരുന്നു ഞാൻ പറയില്ലേ, ഒരു നിമിഷം കൊണ്ടാണ് ഒരാൾ മരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ കാർഡിയാക് അറസ്റ്റ് വന്ന് മാഷ് ഇങ്ങനെ വീഴുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർത്താൻ പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴുമായിരുന്നു. അത്ര പെട്ടെന്നാണ് മാഷിൻ്റെ ഒരു ഇതാണ്. തീർച്ചയായിട്ടും ആ സന്ദർഭം എനിക്ക് വിവരിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. അത്രത്തോളം ഷോക്കായിരുന്നു, അത്രത്തോളം ഷോക്ക്. എന്ന് വെച്ചാൽ നമുക്ക് മരണം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രതീക്ഷിക്കുന്ന സമയത്താണ് വരുന്നത്.
എങ്കിലും മാഷ് ആ നേരം വരിക്കുന്നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയായിരുന്നു. ആ നേരം വരിക്കുന്ന വെച്ചിരിക്കും. ഞങ്ങൾ രാവിലെ പുറത്തൊക്കെ പോയി ഞങ്ങൾ ഓതണ്ടമാണി സ്റ്റുഡിയോയിൽ പോയി അവിടെ നിന്നെല്ലാം വന്ന് വീട്ടിലേക്ക് കയറി ഇരുന്നു, എല്ലാം കഴിച്ചു. എല്ലാ സന്ദർഭം കഴിഞ്ഞിട്ടാണ് ആ സമയത്ത്, അല്ലാതെ ഒന്ന് കിടന്നിട്ട് മാഷ് ഒരു ദിവസം പോലും കിടന്നിട്ടില്ല. പക്ഷെ അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. മാഷ് ഒരു ദിവസം പോലും അസുഖമായിട്ട് കിടന്നില്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെ ഒരു ഷോക്ക് എന്ന് പറഞ്ഞത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് അപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, സംഭവിക്കുന്നില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തിരിച്ചു വരും ബോക്സിലൊക്കെ എടുത്ത് നേരം കൂടെ ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ തിരിച്ചു വരും, കണ്ണ് തുറക്കും, ഇപ്പോൾ സംസാരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് നമ്മളതല്ലേ പ്രതീക്ഷിക്കും, തിരിച്ചു വരണമെന്നല്ലേ. നമുക്ക് ഒരാൾ ഈ നഷ്ടബോധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. ആ നേരത്തെ ആ ഒരു മൊത്തം വെച്ചാൽ എല്ലാവരും ചോദിക്കും, നമുക്ക് ചുറ്റി ആളുണ്ടെങ്കിലും നമ്മൾ തനിയാണ്, ഒറ്റയ്ക്കാണ് പോകുന്നത് വെച്ചാൽ ഒരു. അപ്പം അപ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് എത്ര ഒരു വലിയ സപ്പോർട്ടിലാണ് നമ്മൾ നിന്നിരിക്കുന്നതെന്ന് വെച്ചാൽ. ആ സപ്പോർട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ഒരു ആശ്രയമില്ലാതെ. എന്നോട് എൻ്റെ അമ്മ എല്ലാവരും ചോദിക്കും, നിൽക്കുന്ന മക്കൾ വലിയ മക്കളില്ലേ, 3 മക്കളില്ലേ. പക്ഷെ നമുക്ക് ഒന്നും കണ്ണിൽ പെടില്ല എപ്പോഴും, അതൊന്നും പറ്റില്ല. നമ്മൾ ഒരേ ഒരാളിനെ മാത്രമാണ് നമ്മൾ കാണുന്നത് എപ്പോഴും. അപ്പോൾ അതില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ലോകം ഇല്ല. അങ്ങനെയായിരുന്നു ഒരു സിറ്റുവേഷൻ. എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് വെച്ചാൽ എല്ലാവരും സമാധാനിപ്പിക്കാനാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യത്തിന് മാത്രം ഒറ്റ വാക്കുകൊണ്ടും സമാധാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആരും ഒരു വാക്കും പറഞ്ഞ് സമാനിക്കും പോകരുത്, ഒന്നും സമാനിക്കും പോകരുത്. പോവുക, കാണുക, മൗനമായിട്ട് വരിക എന്ന് വെച്ചാൽ അവരെ വിട്ടേക്കുക, അവരുടെ ലോകത്തിൽ വിട്ടേക്കുക. ഇല്ലാതെ സാധിക്കില്ല, ഒരുത്തർക്കും സാധിക്കില്ല. ഇങ്ങനെ വെച്ചാൽ നമ്മൾക്കിപ്പം ധനം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, മറ്റ് പല സമയത്ത് നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഒരു ആളിൻ്റെ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊരു ആശ്വാസമാക്കില്ല പറഞ്ഞ് നമ്മളെ അതൊക്കെ നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുകയുള്ളൂ. നമുക്ക് പറയുമ്പോൾ നമുക്ക് പിന്നെയും കൂടുതൽ നമ്മൾ ഇല്ല ഇതുപോലെ നെയ്യിലേക്ക് തീയിലേക്ക് നെയ്യ് ഒഴിക്കുന്നത് പോലെയാണ് നമ്മൾ ആളിക്കത്തേ ഉള്ളൂ ദുഃഖം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പാഠം മനസ്സിലാക്കി. ആ ഒരു ഞാൻ പിന്നെ മനസ്സിലാക്കിയതാണ്, ഇങ്ങനത്തെ ഒരു സന്ദർഭമുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൗനമായിട്ടിരുന്ന് നമ്മളൊന്ന് ഇതായിട്ട് വരിക. അല്ലാതെ വന്നിട്ട് നമ്മൾ അവരെ അയ്യോ കരയരുതേ എന്ന് പറഞ്ഞിട്ട് കരയാതിരിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ? നമുക്ക് ഇപ്പം നമ്മുടെ ചിത്രയുടെ കുഞ്ഞൊക്കെ പോയ സമയത്തൊക്കെ നമ്മളവിടെ പോയിട്ട് അവൾക്ക് വളരെ ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ് കൂടുതൽ. അപ്പം നമുക്കിത് അറിയാവുന്നതാണ്. നമ്മൾ കുറച്ചിത് അവരെ സമാധാനിപ്പിക്കാനായിട്ട് ഒന്നിനും ശ്രമിക്കില്ല. കുട്ടിയൊക്കെ അവൾ കരയട്ടെ കരഞ്ഞ് മാത്രമേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സന്ദർഭം. അപ്പോൾ ചേച്ചിക്ക് പിന്നെ പ്രേക്ഷകർക്ക് തന്നെ ഞാൻ പറയുകയാണ്, കാരണം ഒരു ഇണയെ നഷ്ടപ്പെടുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. ഇപ്പോൾ അതിലോട്ട് ചേച്ചി വന്നത് ഒരു ആത്മീയത അടിത്തറയിലാണ്. ആ ഒരു സന്ദേശം ചേച്ചിക്ക് പ്രേക്ഷകരോടൊന്ന് പറയാം. തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾ എത്രയോ വർഷങ്ങൾ നമ്മൾ ഒന്നായി ജീവിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ഇണയെ പിരിയുമെന്ന് പറയുന്നത് വെച്ചാൽ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ദുഃഖമുള്ളൊരു സംഭവം തന്നെയാണ്. അതിൽ സംശയമില്ല. എത്രയോ വർഷങ്ങൾ, അതായത് മറ്റു എല്ലാ സ്നേഹത്തിനും ഒരു ലിമിറ്റേഷനുണ്ട്. ഭാര്യ ഭർത്തൃ സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റേഷനില്ല. ശരീരവും മനസ്സും ഒരുപോലെ പങ്കുവെച്ച് ജീവിച്ച് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് ജീവിക്കുന്നതാണ്. അവർക്ക് തങ്ങളിൽ ഒരു മറവും തിരിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വിട്ടു പോകുമ്പോഴത്തേക്ക് ഈ നമുക്ക് ശൂന്യത അനുഭവപ്പെടുകയോ സ്വാഭാവികം. അത് വന്നിട്ട് ആർക്കും തിരുത്താൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ദുഃഖം വരും, നമ്മൾ ആരും ആശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ തുടർന്ന് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ആയുസ് വരെയും നമുക്ക് ജീവിക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, മക്കളെ ആണെങ്കിലും ശരി, അവർ ഏത് നേരം നമ്മൾ കരഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അവരെ ദുഃഖിപ്പിക്കാതെ നമ്മൾ സ്വയം ഇൻഡിപെൻഡൻറ്റ് ജീവിക്കാൻ ഒരു കഴിവ് നേടിയെടുക്കുക. മാഷിന്റെ ശബ്ദം അല്ലെങ്കിൽ പഴയ വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓർമ്മ വളർത്തുന്നതല്ല, ഇതെല്ലാം നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മനസ്സിന് പാകതകളുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇതേപോലെ ചേച്ചിയെ പോലെ തന്നെ ഒരു തീർച്ചയായും കുട്ടികളും ഏകദേശം എല്ലാം ശരി. ഇപ്പം അവർക്കെന്ന് വെച്ചാൽ അവർക്ക് പല ഡൈവേർഷൻ വന്നു കഴിഞ്ഞല്ലോ. അവർ കല്യാണം കഴിച്ചു, ഇപ്പോൾ മാസ്റ്റർ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും കല്യാണം കഴിച്ചതും ഒക്കെ. അപ്പോൾ അവർക്ക് അവർ ഡൈവേർഷൻ. പക്ഷേ മാഷിന് ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. ഓർമ്മകൾ മരിച്ചാൽ പിന്നെ നമ്മളില്ല. നമ്മൾ മരിക്കും ആ ഓർമ്മകൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും. മാഷിൻ്റെ ഓർമ്മകൾ ഇല്ലെന്നും പ്രണയം ഇല്ലെന്നും അല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നും മാഷിനെ പ്രണയിക്കുന്നോ നമ്മൾ ആ ഓർമ്മകൾ തന്നെയാണ് ജീവിക്കുന്നതും. പക്ഷേ ആ ഓർമ്മകളിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മാഷിനെ കുറിച്ചുള്ള ഓർമ്മകളുള്ള എല്ലാ അതും നമ്മൾ മാഷിന് നല്ല വീടുകളിൽ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാഷ്. ഈ വെറും ഒരു സംഗീതജ്ഞൻ മാത്രമല്ല മാഷ്, പല കരവിരുതുകളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർക്കും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മാഷിൻ്റെ ഓർമ്മ തന്നെയാണ് വരുന്നത്. മാഷ് ഞങ്ങൾ എറണാകുളത്തും മക്കളും മറ്റാസിലും താമസം മാഷിൻ്റെ മക്കളോട് സംസാരിക്കുന്നത് മാഷ് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വീട്ടുവിശേഷങ്ങൾ എന്നാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. 2-3 കാസറ്റുകളുണ്ട്. അതിനകത്ത് മക്കളുമായിട്ടുള്ള സംഭാഷണങ്ങളാണെല്ലാം. അതിനകത്ത് ആദ്യം മക്കളേന്നൊരു വിളി, ഈ വിളി മതി ഞങ്ങൾ പിന്നെ വീട്ടിൽ കൂട്ടക്കരിച്ചിലാകും, അമ്മയും മക്കളും എല്ലാവരും വെച്ചാൽ അത്രത്തോളം അതിനകത്ത് ആ സ്നേഹം മാഷിൻ്റെ
അത്രത്തോളം ഒരു സ്നേഹമാണ് മാഷിൻ്റെ മക്കളോടും ഒക്കെ ഉള്ളത്, അതുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് കേൾക്കാൻ സാധിക്കില്ല. അതിപ്പോൾ ഞാനും പറഞ്ഞില്ല, ഞാൻ ഇത്രത്തോളം ഇതായിട്ട് ഇന്നും ഞങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് വെച്ചാൽ മക്കൾ പറയും വേണ്ടമ്മ എന്തിനാ തിരിച്ചതിനകത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കില്ല. അപ്പോൾ ആ ഒരു ഓർമ്മകൾ നമുക്കുണ്ടാകാം, ഓർമ്മകൾ ഉണ്ടായേ പറ്റുള്ളൂ നമ്മളിരിക്കും. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ആ ഓർമ്മകൾ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി ചിന്തിക്കുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞു പോയി നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് കൊണ്ട്, തുടർന്ന് ജീവിക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് ഉയർത്തി. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതും അതാണ്, പ്രേക്ഷകരോട് പറയാനുള്ളതും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല. മക്കൾ മരിച്ചവരോ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പോകാത്തവരാരുമില്ല. അപ്പം ഇന്നും പറഞ്ഞ് നമുക്ക് എല്ലാ കാലവും ശരി അതിൽ തന്നെ അങ്ങ് ജീവിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള വഴി കണ്ടുപിടിക്കണം, തുടർന്ന് ജീവിക്കണം, ആർക്കും ഒരു ഭാരമാകാതെ ജീവിക്കണം. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം, താരും തളിരും ചൂടും ഹൃദയം, മഞ്ഞും മഴയും മലരായി മാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം. ഏതായാലും പ്രേക്ഷകരോട് പറയാനുള്ളത്, മാഷിൻ്റെ എക്കാലത്തെ അതിജീവിച്ചിരിക്കുന്ന പ്രണയം പോലെ തന്നെ മാഷ് കണ്ടുപിടിച്ച പ്രണയഗാനങ്ങൾ പോലെ തന്നെയാണ് മാഷിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ചേച്ചി എന്ന പ്രണയവും അല്ലെ ഇരുത്തം വന്നതാണ്. അത് മാഷിൻ്റെ പാട്ടുകൾ എങ്ങനെ നിലനിൽക്കുന്നോ അതുപോലെ തന്നെ ചേച്ചിയും ചേച്ചിയുടെ പ്രണയവും അത് ഇപ്പോൾ ആ ശൂന്യതയിലും ആ പ്രണയം എങ്ങനെ നിലനിർത്തുന്നു, അതിനുള്ളൊരു സന്ദേശവും എങ്ങനെയാണ് മനസ്സിൻ്റെ വ്യാപ്തി എന്നും നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചു. മറ്റൊരു മുഖം തന്നെ, ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കിട്ടിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും ഒരുപാട് പേര് ഇത് കണ്ട് ആരെങ്കിലൊക്കെ അല്ലേ കുറേ ആൾക്കാരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ പ്രണയവും മാഷിൻ്റെ പാട്ടുകൾ പോലെ ആരും മറക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ. സന്തോഷം. അപ്പോൾ എന്തായാലും മരിക്കാത്ത പ്രണയത്തിൽ ജീവിച്ചിരിക്കാൻ എപ്പോഴും ആ തലത്തിലിരിക്കാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. പ്രണയം എന്നും കൂടെ തന്നെ ഉണ്ട്, പ്രണയില്ലാതില്ലയോ. നമസ്തേ. നമസ്കാരം.